എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്സിൻ്റെ വീഡിയോസ് ചെയ്തു. പുതുതായി വന്നവരൊക്കെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ അഴുക്കൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അഴുക്ക് നമുക്ക് ഈസി ആയിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ നൈൽ പോളിഷ് റിമൂവർ, അല്ലെങ്കിൽ ഈ ഒരു നൈൽ പോളിഷ് റിമൂവറിൻ്റെ വൈപ്സ് ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വൈപ്സാണ് എടുക്കുന്നത്. അതിൽ ടിഷ്യൂവിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടിഷ്യൂ വെച്ച് തുടയ്ക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ നൈൽ പോളിഷ് റിമൂവർ ആക്കിയിട്ട് ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്വിച്ച് ബോർഡ് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മെയിൻ സ്വിച്ചൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചെയ്യുക. സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നല്ലത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ, പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഫ്ലോറിൻ്റെയൊക്കെ ആ ഭാഗത്തുള്ള ടൈൽസിൻ്റെ വരുന്ന ആ ഒരു ഭാഗമല്ലേ, ചുവരിനോട് ചേർന്നിട്ടുള്ള ഭാഗം, അവിടെ ആ ടൈൽസിൻ്റെ സൈഡിലൊക്കെ നിറച്ചിങ്ങനെ പൊടികൾ പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. അതുപോലെ നമ്മുടെ കിച്ചണിലും ഉണ്ടാവും, അതുപോലെ ടൈൽസ് ഒട്ടിച്ചതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ അവിടെ ഒന്ന് വിതറി കൊടുത്തിട്ട് ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. അടുത്ത ടിപ്പ് ഇതുപോലെ സോക്സ് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ നല്ല വെയിറ്റുള്ള ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവില്ലേ, കട്ടിൽ, അതുപോലെ ഡൈനിങ് ടേബിൾ, അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ പ്ലേസ് മാറ്റിയിടുന്ന സമയത്തൊക്കെ ഇങ്ങനെ വലിച്ചിട്ടൊക്കെ ഫ്ലോറിലൊക്കെ കോറൽ വീഴാൻ സാധ്യതയുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ആ സംഭവത്തിൻ്റെ കാലിൽ നമ്മൾ ഇതുപോലെ സോക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിങ്ങനെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഒന്നും ഒട്ടും തന്നെ ഫ്ലോറിൽ കോറലൊന്നും വീഴില്ല. നമുക്ക് സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് നീക്കാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ആവശ്യം വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കിച്ചണിലെ സിങ്കൊക്കെ വല്ലാണ്ടൊക്കെ അഴുക്കായിട്ടുണ്ടെങ്കിൽ, നല്ലോണം കുക്കിങ്ങുള്ള ദിവസമൊക്കെ ആണെങ്കിൽ അത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നല്ല പളപളാന്ന് മിന്നുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് എടുക്കാനുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ നമ്മൾ കുറച്ച് ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ മറ്റെന്ത് ഡിഷ് വാഷൊക്കെ ഇട്ട് കഴുകുന്നതിനേക്കാളും നല്ലൊരു കളർ കിട്ടും കേട്ടോ സിങ്കിനൊക്കെ. അപ്പോൾ ഇനി ദോശമാവൊക്കെ ഒരു സ്പൂണൊക്കെ ബാക്കി വരുമ്പോഴോ, അല്ലെങ്കിൽ ആ പാത്രം കഴുകുന്ന ആ ഒരു മാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ ഈ ഒരു ടിപ്പ്. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഷർട്ടിൻ്റെ ബട്ടനൊക്കെ ഇങ്ങനെ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആ നൂലൊക്കെ അഴിഞ്ഞു പോയിട്ട് മിസ്സാവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ആ ഒരു നൂലിൽ കുറച്ച് നൈൽ പോളിഷ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫെവിക്കോൾ ആക്കിയാൽ മതി എന്നൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ നെയിൽ പോളിഷ് ആക്കി കൊടുത്താലും ആ ഒരു സെയിം റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അടുത്ത ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്, ഒരു ഐഡിയ എന്ന് പറയാം. ഇതുപോലെ ഒരു സ്ക്രബ്ബറിൻ്റെ പീസും പിന്നെ ഒരു അത്ര കനലില്ലാത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടി എടുക്കുക. എന്നിട്ട് മൂടിയിൽ കുറച്ച് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഐസ്ക്രീമിൻ്റെയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു മൂടി ഉണ്ടാവില്ലേ, ആ മൂടിയൊക്കെ കുറച്ച് നല്ലതാണ്, നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കുറച്ച് വലുതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി മൂടി. ഇനി നമുക്ക് ഏകദേശം കുറച്ചുകൂടെ ഈ ഒരു മൂടിയേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ ഞാൻ ഈ സ്ക്രബ്ബർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു സ്ക്രബ്ബറും ഈ ഒരു മൂടിയും തമ്മിലൊന്ന് ഒട്ടിക്കണം. അപ്പോൾ ഒന്ന് ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്ക്രബ്ബറും മൂടിയും തമ്മിൽ ഒട്ടിച്ചു. ഇനി ഇതുപോലത്തെ ഒരു ബോട്ടിലിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ ഏതായാലും മതി, മെഡിസിൻ്റെ ബോട്ടിലോ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് അതും ഞാനിതാ ഇതുപോലെ ആ ഒരു മൂടിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഇതാ അടിപൊളി ഒരു ബ്രഷാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഡിഷ് വാഷൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം. ഇത് മൂടി വെച്ച് മൂടുകയും ചെയ്യാമല്ലോ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ആ ഒരു പത കുറേശ്ശായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ചെറുതായിട്ടൊന്ന് വെള്ളം കൂടെ നനച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പത വരും. നമുക്ക് ഇങ്ങനെ ആ ഒരു ഹാൻഡിലിൽ പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ പ്ലേറ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് പുറത്തൊക്കെ എന്തെങ്കിലും ക്ലീനിങ് ഉണ്ടെങ്കിൽ, മഴക്കാലമൊക്കെ ആകുമ്പോൾ പുറത്ത് എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ഉണ്ടാവില്ലേ, ചവിട്ടുപടിയിലോ സീറ്റ് ഔട്ടിലോ ഒക്കെ, അങ്ങനത്തെ ചെളി തെറിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കാം, ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡിൻ്റെ കവറാണ്. നമ്മളെല്ലാവരും ഡസ്റ്റ്ബിന്നിലിടുന്ന ഈ ഒരു ബ്രെഡിൻ്റെ കവർ നമുക്ക് ഇതുപോലെ നല്ലൊരു ഗ്ലൗസ് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. കുറച്ചിങ്ങനെ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നമ്മുടെ കൈ ഇങ്ങനെ കറക്റ്റായിട്ട് അതിൽ ഇരുന്നോളും. ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ക്ലീനിങ് ഒക്കെ പുറത്ത് നടത്താം ഈ ഒരു ഗ്ലൗസ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഗ്ലൗസ് ഒന്നും വാങ്ങിക്കേണ്ട ആരും, ഇത് മതി നമുക്ക് പുറത്ത് അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട്. ഞാനിവിടെ പുറത്ത് സിറ്റ് ഔട്ടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മഴയത്തൊക്കെ ചെളി തെറിച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതാണിപ്പോൾ നമ്മുടെ ബ്രഷും ഈ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നത്, കണ്ടില്ലേ. അതുപോലെ നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനും ഇങ്ങനത്തെ ബ്രഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.
അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കുക്കറോ അല്ലെങ്കിൽ ഫ്രൈയിങ് പാനൊക്കെ കുറച്ച് പഴയതാകുമ്പോൾ അതിൻ്റെ ഹാൻഡിലൊക്കെ ഇങ്ങനെ ഇളകി വരാറുണ്ട്. സ്ക്രൂ ഒക്കെ ഇങ്ങനെ ലൂസായിട്ടാണത്. അപ്പോൾ ആ ഒരു സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാനുള്ള നന്നായിട്ട് തന്നെ ഉറപ്പിച്ചിട്ട് നമുക്ക് ഫിറ്റാക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. ആ ഒരു സ്ക്രൂ ഇങ്ങോട്ട് ഊരിയെടുക്കുക ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട്, കണ്ടോ ഇതുപോലെ. എന്നിട്ട് നമുക്ക് ആ ഒരു സ്ക്രൂവിൽ നന്നായിട്ടൊന്ന് നൈൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു പിടുത്തത്തിൽ നല്ലൊരു ഗ്രിപ്പിൽ അതിങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ. അതുപോലെ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനൊക്കെ നമുക്ക് ഏതെങ്കിലും സ്ക്രൂവിലൊക്കെ ഇതുപോലെ നൈൽ പോളിഷ് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് തന്ന ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ടിപ്സിൽ ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോന് ഒരു ലൈക്ക് തന്നെ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്